ഹലോ കുട്ടികളെ, ഇന്ന് ഞാൻ നിങ്ങളെ വേറൊരു കഥ കേൾപ്പിക്കാം. അതിന്റെ പേരാണ് മണ്ടൻ കഴുത. ഒരു ഘോര വനത്തിൽ ഒരു സിംഹം വസിച്ചിരുന്നു. ആ വനത്തിൽ തന്നെ ഒരു കുറുക്കനും വസിച്ചിരുന്നു. എപ്പോഴും ഇവനാണ് സിംഹത്തിനു വേണ്ടി പ്രവർത്തിച്ചിരുന്നത്. ഒരു ദിവസം വനത്തിൽ സിംഹവും ഒരു ആനയും തമ്മിൽ പോരാട്ടമുണ്ടായി. ആ പോരാട്ടത്തിൽ സിംഹത്തിന് ഒരുപാട് പരിക്കേറ്റു. അവന്റെ കാലുകളിലും മുറിവുണ്ടായി. അത് കാരണം അവന് നടക്കാൻ പോലും പ്രയാസമായി. ഒരു ദിവസം സിംഹം ആ കുറുക്കനോട് പറയുന്നു, ചങ്ങാതി, അതെ, ഒരുപാട് നാളായി ഞാൻ എന്തെങ്കിലും കഴിച്ചിട്ട്. എനിക്ക് ഭക്ഷിക്കാനായി ഒന്നും തന്നെ കിട്ടുന്നില്ല. ഈ പോരാട്ടം നടന്നതിൽ പിന്നെ എന്റെ മുറിവ് ഉണങ്ങിയിട്ടില്ല. പോരാത്തതിന് എനിക്ക് നായാട്ടിന് പോകാനും പ്രയാസമായിരിക്കുന്നു. ഇന്നത്തേക്ക് നീ എന്നെ ഒന്ന് സഹായിക്കുവോ? നീ എനിക്ക് വേണ്ടി ഒരു ഇരയെ കണ്ടെത്തി കൊണ്ടുവരണം. എന്നിട്ട് ഞാനതിനെ കൊന്നിട്ട് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. സിംഹം പറഞ്ഞത് കേട്ട് കുറുക്കൻ കുറച്ചു നേരം ആലോചിച്ചിട്ട് പറയുന്നു, ഇതിൽ തെറ്റൊന്നുമില്ല. ഇതിന്റെ ഗുണം എനിക്കുമുണ്ട്. ഒരു കാര്യം ചെയ്യാം, അടുത്തുള്ള ഒരു ഗ്രാമത്തിൽ നിന്ന് ഇരയെ പിടിച്ചുകൊണ്ടുവരാം. എന്നിട്ട് അങ്ങ് അതിനെ കൊന്നോളൂ. അത് കഴിഞ്ഞ് നമുക്ക് രണ്ടുപേർക്കും ഒരുമിച്ചിരുന്ന് കഴിക്കാം. സിംഹവുമായി ആലോചിച്ചിട്ട് കുറുക്കൻ തൊട്ടടുത്തുള്ള ഒരു ഗ്രാമത്തിൽ ഇരയെ തേടി പുറപ്പെട്ടു. വഴിയിൽ വച്ച് അവൻ ഒരു കഴുതയെ കാണുന്നു. അവൻ കഴുതയെ പറഞ്ഞു മയക്കുന്നു, തന്നോടൊപ്പം സിംഹത്തിന്റെ അടുത്തേക്ക് വരുന്നതിനായി. കുറുക്കൻ അവനോട് പറയുന്നു, നമസ്കാരം ചെറിയച്ച, സുഖമാണോ? എന്താ ഒരു വിഷമം പോലെ? കണ്ടമാനം മെലിഞ്ഞും പോയി. ഒരുപാട് നാളായി എന്തെങ്കിലും കഴിച്ചിട്ടെന്നും തോന്നുന്നു. എന്താ താങ്കളുടെ മുതലാളി ഭക്ഷണമൊന്നും തരുന്നില്ലേ? അത് തന്നെയാണ് കാര്യം അനിയ. എന്റെ മുതലാളി എന്നെ കൊണ്ട് ഒരുപാട് ജോലി ചെയ്യിക്കും. തിന്നാനൊന്നും തരികയില്ല. പോരാത്തതിന് ഭാരം ചുമക്കുന്നത് പറയുകയും വേണ്ട. എങ്കിൽ താങ്കൾ എന്നോടൊപ്പം വനത്തിലേക്ക് വരൂ. ഞാൻ താങ്കളെ വനത്തിൽ കൊണ്ടുപോകാം. അവിടെ സുഖമായി പുല്ല് തിന്നാം. ഇഷ്ടമുള്ളിടത്തോളം ഭക്ഷണം കഴിക്കാം. താങ്കളെ ആരും തന്നെ തടയില്ല. ഇത് കേട്ടപാടെ കഴുത ഉടൻ പോകാൻ തയ്യാറെടുക്കുന്നു. എന്നിട്ട് അവൻ കുറുക്കനോടൊപ്പം പുറപ്പെടുന്നു. കഴുത സിംഹത്തിന്റെ അടുത്തേക്ക് പോകുന്നു. സിംഹം അവനെ കണ്ടപ്പോൾ ചാടി എഴുന്നേൽക്കുന്നു. എന്നിട്ട് അവന്റെ മുതുകിൽ കൈപ്പത്തി കൊണ്ട് അടിക്കുന്നു. കഴുത ഉടൻ അവിടെ നിന്ന് ഓടിപ്പോകുന്നു. കുറുക്കൻ അപ്പോൾ സിംഹത്തോട് പറയുന്നു, എന്റെ ചങ്ങാതി, നീ ഇതെന്താ ചെയ്തത്? ഒന്നാമത് ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാ ഇര കയ്യിൽ തടഞ്ഞത്. അവനെ നിങ്ങൾ കയ്യോടെ പറഞ്ഞു വിടുകയും ചെയ്തു. നിന്റെ ഉന്നം ഈയിടെയായി തെറ്റുന്നുണ്ട്. ഇപ്പൊ നിനക്ക് പണ്ടത്തെ പോലുള്ള ശക്തിയില്ല. കുറുക്കൻ ഇങ്ങനെ പറയുന്നത് കേട്ട് സിംഹത്തിന് ഭയങ്കര ദേഷ്യം വന്നു. പക്ഷേ എന്നിട്ടും അവന്റെ വാക്കുകൾ അവൻ മിണ്ടാതിരുന്ന് കേൾക്കുന്നു. എന്നിട്ട് അവനോട് പറയുന്നു, അതല്ല ചങ്ങാതി, എന്റെ ഉന്നം ഒരിക്കലും തെറ്റാറില്ല. അവൻ എന്റെ കൈപ്പിടിയിൽ നിന്ന് വിട്ടുപോയതാ. ഇല്ലെങ്കിൽ ഇതിനകം ചത്തേന്. ശരി, എങ്കിൽ ഒരിക്കൽ കൂടി ശ്രമിച്ചു നോക്കാം. ഇത്തവണ നിന്റെ ഇര കൈവിട്ടു പോകാൻ അനുവദിക്കരുത്. ഞാൻ വീണ്ടും അവനെ ഇവിടെ കൊണ്ടുവരാം. ഇത്തവണ നീ തയ്യാറായിരിക്കണം. ഇങ്ങനെ പറഞ്ഞിട്ട് കുറുക്കൻ വീണ്ടും ആ കഴുതയുടെ അടുത്ത് ചെന്നിട്ട് പറയുന്നു, ചങ്ങാതി, നീ വളരെ പെട്ടെന്ന് ഓടിക്കളഞ്ഞല്ലോ. നീ കാട്ടിലെ പുല്ലിന്റെ സ്വാദ് പോലും എങ്ങനെയെന്ന് അറിയാൻ രുചിച്ചു നോക്കിയില്ല. അത് രുചിച്ചു നോക്കാതെ നീ പോവുകയാണോ? കഴുത ദേഷ്യത്തോടെ പറയുന്നു, രുചിക്കാത്തതാ കുഴപ്പം. നീ എന്റെ ജീവനടക്കം ഏർപ്പാട് ചെയ്യുമായിരുന്നു. കുറച്ചു നേരം കൂടി കഴിഞ്ഞിരുന്നെങ്കിൽ അവൻ എന്നെ കൊന്നു തിന്നു കളയുമായിരുന്നു. എനിക്ക് തിന്നണ്ട നിന്റെ പുല്ല്. അത് നീ നിന്റെ കയ്യിൽ തന്നെ വച്ചാ മതി. സംഗതി കൈവിട്ടു പോകുന്നത് കണ്ട് കുറുക്കൻ വീണ്ടും കഴുതയെ പ്രലോഭിപ്പിച്ചിട്ട് പറയുന്നു, ഓ, ഈ ചെറിയച്ഛന്റെ ഒരു കാര്യം. ചെറിയച്ഛൻ കാലിനായി കരുതുന്നയാൾ ശരിക്കും ചെറിയച്ഛനെ സ്നേഹിക്കുന്ന ആളാണ്. അവൻ ചെറിയച്ഛനിൽ മോഹിതനായി പോയി. അവൻ ചെറിയച്ഛനെ മാറോട് ചേർക്കാൻ ആഗ്രഹിച്ചത്. എന്നാ ചെറിയച്ഛനാണെങ്കിൽ അവിടെ നിന്ന് ഓടിപ്പോയി. എന്താ? പക്ഷെ അവനൊരു ഭീമനായി തോന്നുന്നുണ്ടായിരുന്നല്ലോ. അവനെ കണ്ട ആരാണെങ്കിലും പേടിച്ചു പോകും. അവൻ എങ്ങനെ എന്നെ സ്നേഹിക്കാനാകും? എന്റെ ചെറിയച്ഛ, അവൻ ഗന്ധർവനാണ്.
അയാൾ നിങ്ങളെ ഇഷ്ടപ്പെടുന്നു. അവനാണ് എന്നെ നിങ്ങളുടെ അടുത്തേക്ക് അയച്ചത്. എന്നിട്ട് പറഞ്ഞു, നിങ്ങൾ വരാത്തിടത്തോളം കാലം അവൻ ജലപാനം പോലും കഴിക്കുകയില്ലെന്ന്. ഇതെല്ലാം കേട്ടിട്ട് കഴുതയ്ക്ക് തന്റെ സന്തോഷം അടക്കാൻ കഴിഞ്ഞില്ല. മറുവശത്ത് കുറുക്കനും വളരെ സന്തുഷ്ടനാവുന്നു. കാരണം കഴുത അവൻ പറഞ്ഞത് വീണ്ടും സമ്മതിച്ചല്ലോ. അവൻ കഴുതയെ വീണ്ടും സിംഹത്തിന്റെ അടുത്ത് കൊണ്ടുപോകുന്നു. ഇത്തവണ സിംഹം കഴുതയെ ആക്രമിക്കുന്നു. മരണവെപ്രാളത്തിൽ കഴുത കുറുക്കനോട് പറയുന്നു, ചങ്ങാതി, നീ ഇത്രയും ചതിയനായി പോയല്ലോ. ഇത്രയും പറഞ്ഞിട്ട് കഴുത മരിച്ചു വീഴുന്നു. സിംഹം കഴുതയെ കൊന്നിട്ട് കുളത്തിൽ സ്നാനം ചെയ്യാനായി പോകുന്നു. അപ്പോൾ കുറുക്കൻ വിശപ്പ് സഹിക്കാൻ വയ്യാതെ ആ കഴുതയെ തിന്നാനിരിക്കുന്നു. കുളത്തിൽ കുളി കഴിഞ്ഞ് സിംഹം മടങ്ങി വരുമ്പോൾ കാണുന്നത് കഴുതയ്ക്ക് കാതുകളും ഹൃദയവുമില്ല. അവൻ കുറുക്കനോട് ചോദിക്കുന്നു, ഈ കഴുതയുടെ ചെവിയും ഹൃദയവും എവിടെ? എനിക്ക് ഞാൻ വരുന്നതുവരെ കാത്തിരിക്കാൻ വയ്യായിരുന്നോ? കുറുക്കൻ വളരെ സൂത്രശാലിയായിരുന്നു. അവൻ സമർത്ഥമായി പറയുന്നു, ഈ കഴുതയ്ക്ക് ചെവിയും ഹൃദയവും ഉണ്ടായിരുന്നെങ്കിൽ അവൻ ഇവിടെ നിന്റെ അടുത്തേക്ക് വരുമായിരുന്നോ? ഇല്ലല്ലോ. ഇവൻ വന്നതിന് കാരണം ഇവന്റെ പക്കൽ അതില്ലാതിരുന്നത് കൊണ്ടാ. ഇപ്രകാരം കുറുക്കൻ സിംഹത്തെയും തന്റെ വാക്കുകൾ കൊണ്ട് പറഞ്ഞു മയക്കുന്നു. പിന്നീട് കുറുക്കനും സിംഹവും ആ കഴുതയെ തിന്നാൻ തുടങ്ങി. ഈ കഥയിൽ നിന്ന് നമുക്ക് ലഭിക്കുന്ന പാഠം ഇതാണ്: തെറ്റുകൾ ആവർത്തിക്കാതിരിക്കുക, അതിൽ നിന്ന് പഠിക്കുക. നിങ്ങൾക്ക് ഞങ്ങളുടെ വീഡിയോസ് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ അവ ലൈക്ക് ചെയ്യൂ, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. പിന്നെ ഞങ്ങളുടെ കാർട്ടൂൺ ഷോസ് ഏറ്റവും ആദ്യം കാണുവാനായി ബെൽ ഐക്കൺ അമർത്താൻ മറക്കരുത്.